ദിവസേന പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നത് തട്ടിപ്പിൻ്റെ കഥയാണ്. ലക്ഷങ്ങളാണ് ഓരോരുത്തരെ തട്ടിപ്പ് നടത്തുന്നത്. അതിന് അവർ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ വളരെ ലളിതമാണ്. പണം ഇരട്ടിപ്പിക്കുക, പണം വളരെ ലളിതമായി കൊയ്തെടുക്കുക എന്നൊക്കെ പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കുന്നു. അതിൽപ്പെട്ട ഒരു തട്ടിപ്പാണ് ഇപ്പോൾ ക്രൈമിൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. പള്ളുരുത്തി സ്വദേശികളായ 2 പേർ, സന്ധ്യമോളും നിയാസും ചേർന്ന് SN ട്രേഡേഴ്സ് എന്ന ഒരു സ്ഥാപനം തുടങ്ങുന്നു. 2023 സെപ്റ്റംബർ മാസത്തിലാണ് തുടങ്ങുന്നത്. പിന്നീട് അവർ ട്രേഡിങ്ങിൻ്റെ പേരിലാണ് പണം പിരിച്ചത്. കോടിക്കണക്കിന് രൂപയാണ് ആളുകളിൽ നിന്ന് പറ്റിച്ചിട്ടുള്ളത്. അങ്ങനെ പറ്റിക്കപ്പെട്ട നിരാലംബരായ ഏതാനും യുവതികളാണ് എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്. വെറും 10-30 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് നമ്മുടെ മുന്നിൽ. ഇവരെ എത്ര ലളിതമായിട്ടാണ് പറ്റിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നേരിട്ട് അവരോട് ചോദിക്കാം. പേര് ഹംന അല്ലേ? എവിടെ വീട്? ഫോർട്ട് വെച്ച് തന്നെയാണ് വീട്. ഈ SN ട്രേഡേഴ്സിൽ എങ്ങനെയാണ് ചെന്ന് പെട്ടത്? അത് എൻ്റെ സിസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സിസ്റ്റർ പേര് സഫ. അപ്പോൾ അവൾക്ക് കൃത്യമായിട്ട് പേയ്മെന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അവൾ ഇൻവെസ്റ്റ് ചെയ്തു. അവൾക്ക് കൃത്യമായിട്ട് പേയ്മെന്റ് കൊടുക്കുന്നത് കണ്ടപ്പോൾ ഞാനും അതേപോലെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ആദ്യത്തെ 2 months എനിക്ക് കൃത്യമായിട്ട് റിട്ടേൺ പേയ്മെന്റ് ആയിട്ട് തന്നു. പിന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, കോൾ എടുക്കുന്നില്ല. പേയ്മെന്റ് ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എമൗണ്ടും ഇല്ല, റിട്ടേണും ഇല്ല. സിസ്റ്ററെ കണ്ടിട്ടാണോ പൈസ മുടക്കിയത്? അതല്ല ഈ നേരിട്ട് ഈ സ്ഥാപനത്തിൽ പോയി സ്ഥാപനത്തെ പഠിച്ചിട്ടാണോ പൈസ മുടക്കിയത്? അങ്ങനെ ചോദിച്ചാൽ സിസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ബേസിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. കാരണം അവൾക്ക് കൃത്യമായിട്ട് പേയ്മെന്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ക്യാഷ് കയ്യിലുള്ളത് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ട്രേഡിങ് അതിൽ കൂടുതൽ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും എനിക്ക് ചിലപ്പോൾ അറിയില്ല. അപ്പോൾ നമ്മളത് ഒരു പോർട്ട്ഫോളിയോ പോലെ അവർ മാനേജ് ചെയ്യുന്നതുകൊണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഈ സ്ഥാപനത്തിൽ പോയോ? ഞാൻ ഡയറക്റ്റ് ആയിട്ട് പോയിട്ടില്ല, ആളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. നേരിട്ട് ഫോണിലൂടെയാണോ ബന്ധം? ഫോണിലൂടെയാണ്. സിസ്റ്റർ നേരിട്ട് അറിയാം. സിസ്റ്ററുടെ പേരെന്തായിരുന്നു? സഫ. സഫ ഈ സ്ഥാപനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. എത്ര രൂപയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തത്? അവള് ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് 4.5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 ലക്ഷം. നമ്മൾ 2.5 ലക്ഷം. 2.5 ലക്ഷം. മൊത്തം 7 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. എത്ര കാലം സിസ്റ്റർക്ക് പൈസ കിട്ടി? അവൾക്കൊരു ആദ്യത്തെ 4 months റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. 4 months കിട്ടി. നമുക്ക് 2 മാസം കിട്ടി. അതെ. അതിനുശേഷം പൈസ ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? പൈസ ചോദിച്ചോ അവരോട്? പൈസ ചോദിച്ചു. റിട്ടേൺ ക്രെഡിറ്റ് ആവാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് മാർക്കറ്റ് ക്രാഷ് ആണ്. അപ്പോൾ ഇനി മാർക്കറ്റ് ഒന്ന് നല്ല രീതിയിൽ ഇതാവാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, റിട്ടേൺസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ച് സ്ലോ ആയിരിക്കും റിട്ടേൺ വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ എത്ര ടൈം എടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അത് പറയാൻ പറ്റില്ല, മാർക്കറ്റ് അല്ലേ, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരു ടൈം പീരീഡ് വെച്ചിട്ടുണ്ട്. 6 months വരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എമൗണ്ട് അവിടെ തന്നെ ഇടണം എന്നുള്ളത്. 6 months ശേഷം നമ്മൾക്കത് ഫുള്ളി വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ. നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം അവിടെ ഉണ്ടാവണം. അതെ. അത് ആ 6 മാസം കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി വിഡ്രോ ചെയ്യാം. അതാണ് കണ്ടീഷൻ. നമ്മൾ അങ്ങനെ കണ്ടീഷൻ എന്തെങ്കിലും എഗ്രിമെന്റ് ഉണ്ടോ? നമ്മൾക്ക് തന്നേക്കുന്ന എഗ്രിമെന്റ് പേപ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ എമൗണ്ടിന് നമ്മൾക്ക് അത് വെച്ചിട്ടൊരു പേ സ്ലിപ്പ് പോലെ നമ്മൾക്ക് അതിന്റെ ഒരു റെസീപ്റ്റ് തരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റെസീപ്റ്റ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും കണ്ടീഷൻസ് പറയുന്നുണ്ടോ? കണ്ടീഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, അതിന്റെ ഡേറ്റ്, എത്ര നാളത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു ടൈം പീരീഡ്, അത് മാത്രം വെച്ച് 6 months എന്നാണ് അതിൽ ടൈം പീരീഡ് കൊടുത്തേക്കുന്നത്. ആ 6 months നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഡേറ്റും ഇട്ട ക്യാപിറ്റൽ എമൗണ്ട് മെൻഷൻ ചെയ്തിട്ട് സന്ധ്യയുടെ സിഗ്നേച്ചറും കൂടിയിട്ടുള്ള ഒരു റെസിപ്റ്റ് ആണ് തന്നിട്ടുള്ളത്. അതായത് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുമ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്ത സ്ഥാപനം ജെന്യൂനാണെന്ന് പരിശോധിച്ചിട്ടുണ്ടോ? അതവിടെ അങ്ങനെ ഒരു പറ്റിക്കപ്പെട്ടു. അതാണ് സത്യാവസ്ഥ. സത്യത്തിൽ കൂടുതൽ അന്വേഷിക്കാൻ പറ്റിയില്ല. അത് സിസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണോ? അവള് ഇൻവെസ്റ്റ് ചെയ്തു. അവൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവളുടെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കും നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു തിങ്കിലാണ്. അവർക്ക് പൈസ കിട്ടുന്നു കണ്ടിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. അതെ. അത് അങ്ങനെ ചെയ്യുമ്പോൾ അത് നിയമപരമാണോ അല്ലയോ ഒന്നും നമ്മൾ പരിശോധിച്ചിട്ടില്ല. ഇല്ല, അത് എന്താ പറയാ, ലൈസൻസ് ഉള്ള ഒരു കമ്പനിയാണെന്നൊന്നും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആണെന്ന് റെസിപ്റ്റ് ഒക്കെ തന്നപ്പം നോർമലി തിങ്ക് ചെയ്യുമല്ലോ അങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ഇതിൽ കൊടുത്തു.
ഈ സന്ധ്യാമോൾ അല്ലെ നിയാസ് ഇവരെ നേരിട്ട് അറിയാമോ? നിയാസുമായിട്ട് എനിക്ക് ബന്ധമില്ല. ഞാൻ ഏറ്റവും ലാസ്റ്റ് ടൈമിലാണ് ഞാൻ സന്ധ്യയായിട്ട് കോണ്ടാക്ട് ഈ ചെയ്യുന്നത്. സംസാരിച്ച റെക്കോർഡുകളൊക്കെ ഉണ്ടോ? സംസാരിച്ച കോൾ റെക്കോർഡ് ഇല്ല, അല്ലാതെ സന്ധ്യ വോയിസ് ആയിട്ട് അയക്കുന്ന വാട്സപ്പ് ചാറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പോഴും. എല്ലാം ഉണ്ട്. അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത്? അതില് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞത് ഫണ്ട് വിഡ്രോ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾമോസ്റ്റ് കുറേ പേർക്ക് പേയ്മെന്റ് പെൻഡിങ് ആണ്. അപ്പൊ അവരുടെ പേയ്മെന്റ് ഒക്കെ ഓരോരുത്തരായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ എല്ലാം പൈസ തിരിച്ചു തരും എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്? ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് മാർച്ചിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഏത് കൊല്ലം? 2025. എത്ര? അതിനുശേഷം 2 മാസമാണോ 2 പേയ്മെന്റ് മാസമാണ് എനിക്ക് കിട്ടിയത്? പേയ്മെന്റ് ഏപ്രിൽ മെയ് മാസത്തിൽ പേയ്മെന്റ് പേയ്മെന്റ് തന്നു. മെയ് മാസത്തിന് ശേഷം ഒരു കൊല്ലക്കാലമായിട്ട് പേയ്മെന്റ് തന്നു. ഒരു കൊല്ലം 2 മാസമായിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ഒന്നും കിട്ടുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്തു? കുറെ തവണ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഒരു തവണ ആളുടെ വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ ആളുടെ ഫാദറും മദറും പിന്നെ ഒരു ചൈൽഡ് ഉണ്ട്. എവിടെയാണ് വീട്? അവിടെ പള്ളുരുത്തിയിലാണ് അവരുടെ വീട്. പള്ളുരുത്തിയിൽ എവിടെ? പള്ളുരുത്തി കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് അറിയില്ല. പള്ളുരുത്തിയാണ്. ഒറ്റയ്ക്കാണോ പോയത്? അല്ല, ഞാൻ എൻ്റെ സിസ്റ്ററും അവളുടെ ഹസ്ബൻഡും കൂടിയാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ആളുടെ മദറും ഫാദറും ഉണ്ടായിരുന്നു, പിന്നെ ചൈൽഡും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കാര്യം സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെയും കോണ്ടാക്ട് ചെയ്യുന്നില്ല. ആള് ഇവിടെ നിന്ന് തന്നെ സ്ഥലം വിട്ടു, ഇവിടെ ഇല്ല, നാട്ടിലുണ്ട്, പക്ഷെ എവിടെയാണെന്ന് വീട്ടുകാർക്കും അറിയില്ലെന്നാണ് അവർ പറഞ്ഞത് ഞങ്ങളോട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കാര്യം പറഞ്ഞു. ഞാനാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി എൻ്റെ ഒരു ലോൺ എമൗണ്ട് കയ്യിലുണ്ടായിരുന്ന ആ എമൗണ്ടും കൂടി ആയിട്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് ആ കിട്ടുന്ന ആ റിട്ടേണിൽ നിന്ന് എടുത്തിട്ട് എനിക്ക് നേരെ ലോണിലേക്കും പേയ്മെന്റ് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ആ ഉണ്ടായിരുന്ന എമൗണ്ട് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് ക്യാപിറ്റൽ എമൗണ്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ലോൺ എമൗണ്ട് ഉണ്ട്, ആ എമൗണ്ട് കൂടി ആ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ വെച്ചിട്ടാണ് ഞാൻ ലോൺ അടച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാനാ, ഞങ്ങളോട് ചോദിച്ചിട്ടല്ലല്ലോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത്, സന്ധ്യനെയല്ല നിങ്ങൾ കോണ്ടാക്ട് ചെയ്തേക്കുന്നതും വിളിച്ചേക്കുന്നതും, അപ്പോൾ സന്ധ്യ ത്രൂ ആണ് നിങ്ങൾ ചെയ്തേക്കുന്നത്, അപ്പോൾ ആളോട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറ്റിക്കപ്പെട്ടു എന്ന് തോന്നിയ ശേഷം ആ സ്ഥാപനത്തെ കുറിച്ച് അന്വേഷിച്ചു. ആ സ്ഥാപനത്തെ പറ്റി അന്വേഷിച്ചു. പിന്നെ അത് ആ ഓഫീസ് ഇല്ല, അവിടെ ആരും ഇല്ല. അപ്പൊ അല്ല, ഈ എസ് എൻ ട്രേഡേഴ്സിനെ കുറിച്ചിട്ട് ഓഫീസില്ല, എന്നാലും എസ് എൻ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ലീഗൽ ആണോ അല്ല എന്നുള്ളത് പഠിച്ചു. ലീഗൽ അല്ലാന്ന് മനസ്സിലായി. അതെ. അതിനുശേഷം എന്ത് ചെയ്തു? അതിനുശേഷം പിന്നെ കുറെ തവണ ആള് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസ് എന്ത് പറഞ്ഞു? പോലീസ് പരാതി കൊടുത്തത് എന്റെ കൂടെ ഉള്ളവരാണ് പരാതി കൊടുത്തിട്ടുള്ളത്. നമ്മൾ കൊടുത്തില്ലേ പരാതി? ഓൾറെഡി എല്ലാവരുടെയും കൂടി ആയിട്ടുള്ള രീതിയിലാണ് പരാതി. അതിൽ നമ്മളെ പേരുണ്ടോ? എന്റെ പേരുണ്ട്. എത്ര പേര് കൂടിയിട്ടാ പരാതി കൊടുത്തത്? അത് ഞങ്ങള് വക്കീൽ ത്രൂ ആണ് പോയിട്ടുള്ളത്. വക്കീലിന്റെ പേര്? ഫൈസൽ എന്നാണ് ആളുടെ പേര്. ഫൈസൽ വഴി പരാതി കൊടുത്തു. അതെ. എത്ര പേര് കൂടിയിട്ടാ പരാതി കൊടുത്ത അറിയാമോ? ഞങ്ങള് ഏകദേശം 21 പേരുണ്ട്. 21 പേരും കൂടെ എത്ര എമൗണ്ട് ഉണ്ട് ടോട്ടല്? 21 പേരുടെയും കൂടി എത്രയാണെന്ന് അറിയില്ല. ഓൾമോസ്റ്റ് ഞങ്ങള് എനിക്കറിയാവുന്നവരുടെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 75 ലക്ഷം രൂപയോളം ഞങ്ങള് ഒരു 6 പേരുടെ 7 പേരുടെ എമൗണ്ട് ഉണ്ട്. 7 പേരുടെ മാത്രമുണ്ട്. 21 പേരുടെ ആകുമ്പോൾ അതിന്റെ വലിയ ഹ്യൂജ് എമൗണ്ട് ഉണ്ട്. എഫ്ഐആർ ഇട്ടോ പോലീസ്? പോലീസ് എഫ്ഐആർ ഇട്ടു. എഫ്ഐആറിന്റെ കോപ്പി കിട്ടിയോ? കയ്യിലൊന്നും കിട്ടിയിട്ടില്ല. എത്ര കാലമായി പരാതി കൊടുത്തിട്ട്? ഏകദേശം 2 months ആയി. 2 months ആയിട്ടും പരാതി കിട്ടിയത്? നിങ്ങൾ മൊഴി എടുത്തോ പോലീസ്? ഇല്ല, മൊഴി എടുത്തില്ല. പോലീസ് എന്താണ് ഇപ്പം പറയുന്നത്? ഇപ്പോ അതിനെപ്പറ്റി ഒന്നും റിപ്ലൈ ഇല്ല, ഒന്നും അതിന്റെ മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പള്ളുരുത്തി പോലീസ് സ്റ്റേഷന്റെ എത്ര ദൂരമാണ് ഈ ഇടക്കൊച്ചി ഈ സ്ഥാപനം എസ് എൻ ട്രേഡേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം? വളരെ ചുരുങ്ങിയ ദൂരമേ ഉള്ളൂ, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അതെ. അതിന് തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചിട്ടാണ് ഇവർ ഇത്ര വലിയ തട്ടിപ്പ് നടത്തുന്നത്. ശരി തന്നെയാണോ? അതെ. അടുത്തത് നമുക്ക് ആൻസി സ്ഥാപനം എങ്ങനെയാണ് പറ്റിക്കപ്പെട്ടത്? എൻ്റെ കസിൻ ബ്രദറിന്റെ വൈഫാണ് സന്ധ്യാമോൾ വി സി എന്ന് പറഞ്ഞ ആള്. സ്വന്തം ബന്ധുവാണ്? ബന്ധുവാണ്. എൻ്റെ അമ്മയുടെ കസിനാണ് ഈ ജിജോ എന്നാണ് ഹസ്ബൻഡിന്റെ പേര്. ഹസ്ബൻഡിന്റെ അമ്മ എൻ്റെ അമ്മയും സിസ്റ്റേഴ്സാണ്, കസിൻസ് ആണ്. അപ്പം അങ്ങനെ ഉള്ള ബന്ധമാണ്. സന്ധ്യ ഒരു 15 വർഷമായിട്ട് അറിയാം. അങ്ങനെയാണ് സന്ധ്യനെ അറിയാവുന്നത്. എങ്ങനെ ഇതിൽ പെട്ടുപോയത്? ഇതിൽ പെട്ടുപോയതെന്ന് പറയുന്നത്, ഞാൻ ഡെന്റൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ ബഹ്റൈനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു.
അപ്പോഴാണ് സന്ധ്യ ഇങ്ങനെ സ്ഥാപനം തുടങ്ങുന്നുണ്ടെന്ന് ഒക്കെ എന്നോട് പറഞ്ഞത്. അപ്പോൾ സന്ധ്യ ഈ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ട്രേഡിങ് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആണെങ്കിൽ എൻ്റെ കയ്യിൽ അന്ന് കുറച്ച് ഫണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് 10% ഇൻട്രസ്റ്റ് തരാമെന്നുള്ള മാസത്തില് പെർ മന്ത് 10% വെച്ച് ഇൻട്രസ്റ്റ് തരാമെന്നുള്ള മാസത്തിൽ 10,000 രൂപ മാസത്തിൽ ഇൻട്രസ്റ്റ് തരാമെന്നുള്ള രീതിയിലാണ് ഇങ്ങനെ തുടങ്ങിയത്. അപ്പോഴാണ് ഞാൻ നാട്ടിലോട്ട് വരേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ നാട്ടിലോട്ട് വന്നിട്ടാണ് ഈ പൈസ ഇട്ടിട്ട് അപ്പോൾ പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പറഞ്ഞ് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് സംസാരിച്ചു. പിന്നെ ആള് ചെയ്യുന്ന വർക്കുകൾ കാണിച്ചു തന്നു, ഇത്രത്തോളം പ്രോഫിറ്റുകൾ നേടിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം എന്നെ കാണിച്ചു തന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇൻവെസ്റ്റ്മെന്റ്, ഞാൻ അത്രയും നാൾ വർക്ക് ചെയ്ത പൈസ, ഞാൻ ഞാൻ 9 ലക്ഷം രൂപ 9 ലക്ഷം രൂപ കൊടുത്തു. ആദ്യത്തെ 15 വർഷത്തെ പരിചയമുണ്ട്. പിന്നെ ആൾ ഈ ഫീൽഡ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ സ്വന്തമായിട്ടൊരു ഇത് തുടങ്ങുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ 9 ലക്ഷം രൂപ ഓരോ മാസം ഇടവിട്ട് ഞാൻ 9 ലക്ഷം രൂപ കൊടുത്തു. ആദ്യം 1 ലക്ഷം രൂപ കൊടുത്തു. 2023 സെപ്റ്റംബറിൽ കൊടുത്തു. തുടങ്ങുന്ന സമയത്ത് മുതൽ നമ്മളുണ്ട് കൊടുത്തു. ഫസ്റ്റ് ഞാൻ ആദ്യം 1 ലാഖാണ് കൊടുത്തത്. ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി 1 ലാഖ് കൊടുത്തു. അപ്പൊ എനിക്ക് അതിന് കറക്റ്റ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടി. പിന്നെ നെക്സ്റ്റ് മന്ത് ഞാൻ 1 ലക്ഷം രൂപ കൂടെ കൊടുത്തു. അങ്ങനെ ഞാൻ ഒരു ഡിസംബർ ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ 9 ലക്ഷം രൂപ കൊടുത്തു. അങ്ങനെയാണ് അതൊരു 6 മാസം 7 മാസത്തോളം നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടി. പിന്നെ അത് 8% ആക്കി. പിന്നെ അതിങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്ക് കിട്ടാണ്ടായി. ജോലി ചെയ്തിട്ടുണ്ട്. ഏത് വർഷം മുതൽ? ഞാൻ 2024 ജനുവരി മുതൽ. അപ്പൊ ഈ 2023 സെപ്റ്റംബർ മാസം മുതൽ പണം കൊടുത്ത ശേഷം 6 മാസക്കാലം പൈസ കൃത്യമായി കിട്ടി. അതിനുശേഷം കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പം ഈ പൈസ കിട്ടാത്ത സന്ദർഭത്തിലാണ് നമ്മൾ പോയി അവിടെ ജോലി എടുക്കാൻ പറ്റുന്നത്. കിട്ടാത്ത സന്ദർഭത്തിലല്ല, നമ്മൾ പെർസെൻറ്റേജ് കുറച്ചു, 8% ആക്കി. ഞാൻ 2024 ജനുവരിയിൽ ഞാൻ ജോയിൻ ചെയ്തു. അതിനുശേഷം ആണ് പിന്നെ ഒരു 4 മാസം കൂടെ കഴിഞ്ഞിട്ടാണ് 8% ആക്കുന്നത്. 8% ആക്കി. പിന്നീട് നമുക്കതിങ്ങനെ കിട്ടാണ്ട് വന്നു. പിന്നീടുള്ള മാസങ്ങളിൽ പിന്നെ തരാം, നിന്റെ ഹോൾഡ് ചെയ്യട്ടെ, ബാക്കിയുള്ളവരോട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എൻ്റെ പൈസ ഹോൾഡ് ചെയ്യിപ്പിച്ചു. അതായത് ഞാൻ സ്റ്റാഫല്ലേ, അപ്പോൾ അതുകൊണ്ട് നിന്റെ പൈസ നീ അവിടെ ഹോൾഡ് ചെയ്യുക, ഞാൻ പിന്നെ തരാം, ബാക്കിയുള്ള ക്ലയൻസിൻ്റെ പൈസ കൊടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പൈസ ഹോൾഡ് ചെയ്യിപ്പിക്കും. എനിക്ക് തരത്തില്ലായിരുന്നു. 2024 മുതൽ അവിടെ ജോലി എടുക്കുന്നുണ്ട്. ഏത് കാലം വരെ ജോലി എടുത്തു? ഞാൻ പിന്നെ അത് ക്ലോസ് ചെയ്യണോടം വരെ ഞാൻ ഉണ്ടായിരുന്നു. എന്നാണ് ക്ലോസ് ചെയ്യുന്നത്? 2025 ഏപ്രിലിന് ശേഷം കമ്പനി അടച്ചുപൂട്ടി. അപ്പൊ ഈ കാലയളവിൽ ടോട്ടൽ എത്ര പേര് അവിടെ ജോലി, എന്തായിരുന്നു ജോലി അവിടെ? ഞാൻ മാർക്കറ്റിംഗ് സ്റ്റാഫ് ആയിരുന്നു, അക്കൗണ്ടന്റ് ആയിരുന്നു. അപ്പൊ അവിടുത്തെ ഫുൾ ഡീറ്റെയിൽ അറിയാലോ? അവിടുത്തെ ഫുൾ, അതായത് എനിക്ക് പാലായിൽ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു ഇവർക്ക് തന്നെ. ആ ബ്രാഞ്ചിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ബ്രാഞ്ചിലെ സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എടക്കൊച്ചിയിലെ ബ്രാഞ്ചിലെ സ്റ്റാഫ് അല്ലായിരുന്നു, ഞാൻ പാലാ ബ്രാഞ്ചിലെ സ്റ്റാഫായിരുന്നു. അപ്പോൾ എനിക്ക് പാലായിലുള്ള ബ്രാഞ്ചിലെ കണക്കുകളാണ് എനിക്കറിയാവുന്നത്. അവിടെ വരുന്ന ക്ലയൻസിന് അവർക്ക് റിട്ടേൺ പോയത് എത്രയാണ്, വന്നത് ഇവർ ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണ്, എത്ര നാൾ കൊടുത്തു, അങ്ങനെയുള്ള കണക്കുകൾ പാലാ ബ്രാഞ്ചിലെ മാത്രമേ എനിക്കറിയാവൂ. പാലാ ബ്രാഞ്ചിൽ എത്ര പേര് ഇൻവെസ്റ്റ് ചെയ്തു? 18 പേര്. 18 പേര് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു? 1,23 ലക്ഷം രൂപ. അവർക്ക് എത്ര കാലം കൃത്യമായി പൈസ കൊടുത്തു? അവർക്ക് 2025 നവംബർ വരെ പൈസ കൊടുത്തിട്ടുണ്ട്. പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ കറക്റ്റ് ഡേറ്റിലോ കാര്യങ്ങളോ ഒന്നും അല്ല കൊടുത്തോണ്ടിരുന്നത്. ഇതുവരെ കൊടുത്തു എന്ന് പറഞ്ഞാലും ഇപ്പൊ ഏപ്രിലിലെ പേയ്മെന്റ് ചിലപ്പം ജൂണിലായിരിക്കും കൊടുക്കുന്നത്. ഗ്യാപ്പിട്ടാണ് കൊടുത്തത്. അതായത് കറക്റ്റ് ഡേറ്റിൽ പേയ്മെന്റ് കൊടുത്തിട്ടില്ല. ഇപ്പൊ മാർച്ചിൽ കൊടുക്കേണ്ട ഒരു 50,000 രൂപ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നത് ജൂണിലായിരിക്കും. അപ്പൊ ജൂണിൽ കൊടുക്കുന്ന പൈസ മാർച്ചിലെ പൈസയായിട്ട് നമ്മൾ എഴുതി വെക്കും. അങ്ങനെയാണ് കൊടുത്തിരുന്നത്. അങ്ങനെ കൊടുത്തത് ഈ നവംബർ വരെ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ഡേറ്റിലല്ല. ഏത് നവംബർ വരെ? 2025 നവംബർ വരെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് കറക്റ്റ് അല്ല. ഞാൻ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് ഇവർക്ക് എന്താണ് പരിപാടി എന്നുള്ളത് കൃത്യമായി പഠിച്ചിട്ടുണ്ടോ? ഈ പണം എന്താണ് ചെയ്യുന്നത്? ഇവര് ട്രേഡിംഗ് ചെയ്യുന്നു എന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾക്ക് നേരിട്ട് അറിവില്ല. ഞാൻ പോയി കണ്ടിട്ടുണ്ട്, ഇവര് ട്രേഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ബാക്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒക്കെ ഞാൻ ഹെഡ് ഓഫീസിൽ വരാറുണ്ട്. ഹെഡ് ഓഫീസിൽ വരുമ്പോഴൊക്കെ ഇവർ ട്രേഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നിയാസും സന്ധ്യയും ട്രേഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്.
ട്രെയിൻ ചെയ്യുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ വരാൻ കാരണം? ഇവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ലീഡോ അല്ലെങ്കിൽ ഇവർക്ക് ചെയ്യാൻ അറിയില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇവർ വേറെ എന്തെങ്കിലും ബിസിനസ്സിലോട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, നമ്മൾ പാവങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഇവർ വേറെ എന്തെങ്കിലും സ്കീം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഇവർ എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങിക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഞങ്ങൾ മനഃപൂർവ്വം തട്ടിപ്പ് നടത്തിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഉണ്ട്. ടോട്ടൽ എത്ര പേര് ഇപ്പം അതിനകത്ത് കുടുങ്ങിയിട്ടുണ്ടെന്നാണ് കരുതുന്നത്? എന്റെ അറിവിൽ ഒരു 80 പേരോളം ഉണ്ട്. എത്ര കോടി രൂപ ടോട്ടൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവും? ഏകദേശ കണക്കില് എന്റെ ഒരു അറിവില് 3 കോടി ഉണ്ട്. ഈ തട്ടിപ്പിന് ഇരയായി ഇപ്പൊ അവിടെ ജോലി എടുത്ത ഒരാളുടെ രൂപത്തിൽ എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? ജനങ്ങളോട് പറയാനുള്ളതെന്ന് പറയുന്നത്, ഇനി ഒരാളും ഇതിനകത്തോട്ട് വന്ന് പെടരുത്. സന്ധ്യ മൂൾവീസിനെയും നിയാസ് നൗഷാദിനെയും വിശ്വസിക്കരുത്. അവരെന്തൊക്കെ പറഞ്ഞ് നമ്മളെ ക്യാൻവാസ് ചെയ്താലും അതിൽ വിശ്വസിക്കരുത്. അവർ തട്ടിപ്പാണ്, പൈസ കിട്ടാൻ പോകുന്നില്ല, നമ്മുടെ ഫ്യൂച്ചർ പോവും, നമ്മുടെ മെന്റൽ ഹെൽത്ത് പോവും എന്നൊക്കെ എനിക്ക് പറയാനുള്ളൂ. ആരും ഇതിനകത്ത് വീഴരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിലോട്ട് വന്നതും ഇതൊക്കെ നമ്മൾ തുറന്നു പറയുന്നതും അതിനു വേണ്ടിയിട്ട് മാത്രമാണ്. ഈ സന്ധ്യാമോളും അതേപോലെ നിയാസും, സന്ധ്യാമോളും നമ്മളെ ബന്ധു, അതെ, ഈ ബന്ധു ആണെങ്കിൽ അല്ലെങ്കിൽ ആരാണെങ്കിൽ ശരി, നമ്മള് പഠിക്കാതെ ഒരു സ്ഥാപനത്തെ കുറിച്ച് കൃത്യമായി പഠിക്കാതെ തട്ടിപ്പ് ഇങ്ങനെ ഇതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടല്ലേ നമ്മൾ കുടുങ്ങിയത്? ശരിയാണോ? അപ്പൊ നമ്മളവിടെ ജോലി എടുക്കും ചെയ്തു, മനസ്സിലായി പറഞ്ഞ. അപ്പൊ നമ്മൾ ഒരു സ്ഥാപനത്തിൽ പണം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ആ സ്ഥാപനം നിയമപരമാണോ അല്ലേ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഞങ്ങൾ അതിനുശേഷമാണ് പഠിക്കുന്നത്. അതിന് ഒന്നും പഠിച്ചിട്ടില്ല. ഇല്ല ഇല്ല, വാചകത്തിൽ മാത്രം വിശ്വസിച്ചു. പിന്നെ ഈ ബന്ധുവാണെന്നുള്ളതും 15 വർഷത്തെ പരിചയവും ആ ഒരു ഇതില് നമ്മൾ വിശ്വസിച്ചു. ഇപ്പൊ അവരെവിടെയുണ്ട് അറിയത്തില്ല. എത്ര കാലമായി മുങ്ങിയിട്ട്? അവര് 2025 ജൂൺ മുതൽ അറിവില്ല, എവിടെയാന്ന് അറിയില്ല. 2025 നവംബറിൽ പൈസ കൊടുത്തു എന്നല്ലേ പറയുന്നത്? 2025 നവംബറിൽ പൈസ കൊടുത്തു, അവിടെയുള്ള ആളുകൾക്ക് പൈസ കൊടുത്തു എന്നല്ലേ പറയുന്നത് നേരത്തെ? അല്ല, അവര് ഡിവിഡൻഡ് കൊടുത്തത് മാസത്തിൽ കൊടുക്കേണ്ട പേയ്മെന്റ് 2025 നവംബർ, സോറി 2024 നവംബർ വരെയാണ്. നേരത്തെ പറഞ്ഞ 2025 നവംബർ, സോറി ഇയർ മാറി, 2024 നവംബർ വരെ കൊടുത്തിട്ടുള്ളൂ. 2025 ഏപ്രിൽ വരെ ആളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, പിന്നീട് അറിവില്ല. ഇത് അറിഞ്ഞ ശേഷം എന്ത് ചെയ്തു? തട്ടിപ്പ് വന്ന ശേഷം തട്ടിപ്പാണെന്ന് മനസ്സിലായ ശേഷം എന്ത് ചെയ്തു? തട്ടിപ്പാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു 15 പേര് കൂടി പള്ളുരുത്തി സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. കംപ്ലൈന്റ് കൊടുത്തിട്ട് ഈ 15 പേര് കൂടി എത്ര രൂപയുണ്ട്? 15 പേര് കൂടി അന്ന് എത്ര കറക്റ്റ് എമൗണ്ട് ഓർമ്മയില്ല, പക്ഷെ എന്നാലും ഞങ്ങളൊരു 15 പേര് കൂടിയിട്ടാണ് പള്ളുരുത്തി സ്റ്റേഷനിൽ അന്ന് കംപ്ലൈന്റ് കൊടുത്തത്. പള്ളുരുത്തി സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് അവര് FIR രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും നീക്കുപോക്കിനോ ഒന്നും തയ്യാറായില്ല. പോലീസ് എന്ത് പറഞ്ഞു? പോലീസ് കേസ് എഴുതി മേടിച്ചു എന്നല്ലാതെ ഒരു നീക്കുപോക്കും നടത്തിയില്ല. ഒരു FIR രജിസ്റ്റർ ചെയ്യാനോ മൊഴിയെടുക്കാനോ ഒന്നുമില്ല. നമ്മൾ കൊണ്ടു കൊടുത്ത പേപ്പർ അവർ മേടിച്ചു വെച്ചു എന്നല്ലാതെ ഒന്നും ചെയ്തില്ല. പിന്നീട് ഞങ്ങൾ 2-3 പ്രാവശ്യം സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതിന് ശേഷം നമുക്ക് കേസ് അവിടെ മേടിച്ചു എന്നുള്ളത് ഒരു തെളിവായിട്ട് ഒരു റെസിപ്റ്റ് മാത്രം തന്നു. പിന്നെയും ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ പരാതി കൊടുത്തത് 2024 ഡിസംബറിൽ. 25 ഡിസംബറിൽ പരാതി കൊടുത്തത്. 2024 ഡിസംബറിൽ പരാതി കൊടുത്തു. 2025 ഡിസംബറിൽ പരാതി കൊടുത്തു. 2025 ഡിസംബറിലാണ് ഞങ്ങൾ പള്ളുരുത്തി സ്റ്റേഷനിൽ 15 പേര് കൂടി പരാതി കൊടുക്കുന്നത്. 2025 ഡിസംബറിൽ. അതിനുശേഷം അവർക്ക് ഒരു അറിവുണ്ടായി. താങ്കളുടെ ഹസ്ബൻഡും ഉണ്ട്? യെസ്, ഹസ്ബൻഡ് ഉണ്ട്, ബ്രദർ ഉണ്ട്. പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. 9 ലക്ഷം നമ്മളും, പിന്നെ ഹസ്ബൻഡ് എത്ര ഇൻവെസ്റ്റ് ചെയ്തു? ഹസ്ബൻഡ് 10. മൊത്തം 19 ലക്ഷം കൊടുത്തു. അല്ല, ഞാൻ ഫസ്റ്റ് കൊടുത്ത പൈസയാണ് 9 ലക്ഷം. അതെ. അതിനുശേഷം ഞാൻ പിന്നീട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഞാൻ മൊത്തത്തിൽ 20 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 20 ലക്ഷം നമ്മൾ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹസ്ബൻഡ് 11.5 ലക്ഷം രൂപ. അപ്പൊ 31.5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര വരുമാനം തിരിച്ചു കിട്ടിയിട്ടുണ്ട്? തിരിച്ച് നമുക്ക് ഒരു 4 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. 4 ലക്ഷം രൂപ കിട്ടി. 21 ലക്ഷം രൂപ കൊടുത്തപ്പോൾ 4 ലക്ഷം രൂപ 6 മാസം കൊണ്ട് നമുക്ക് കിട്ടിയില്ല. പിന്നെ കിട്ടിയില്ല. ഇല്ല. ഓക്കെ. പോലീസ് ശക്തമായ നടപടി എടുക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ 15 പേര് കൂടി ഞങ്ങൾ
കേസ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു അനക്കവും കാണാത്തോണ്ടാണ് 2005 ഡിസംബർ മാസത്തിലാണ് പരാതി കൊടുത്തത്. 2025 ഡിസംബറിൽ ഞങ്ങൾ കേസ് ഇതുവരെ എഫ്ഐആർ ഇട്ടില്ല. ഇതുവരെ എഫ്ഐആർ ഇട്ടതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. അഡ്വക്കേറ്റ് വഴി പോയോ? അതിനുശേഷം അതാ ഞാൻ പറഞ്ഞു വരുന്നത്. 2025 ഞങ്ങൾ കേസ് കൊടുത്തതിന് ശേഷം അനക്കമൊന്നും കാണാഞ്ഞിട്ട് ഞങ്ങൾ കമ്മീഷണർ ഓഫീസിൽ ചെന്നു. കമ്മീഷണർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾക്കൊരു ഇത് പറഞ്ഞത്, നിങ്ങൾ അഡ്വക്കേറ്റ് വഴി ഒന്ന് സമീപിച്ച് നോക്കുക എന്ന് പറഞ്ഞിട്ട് കാരണം ഞങ്ങൾ 2 സ്റ്റാഫുകളായതുകൊണ്ട് ഞങ്ങളുടെ പേരിൽ കേസ് എടുക്കാം, ഞങ്ങളുടെ പേരിലാകും കേസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു നിയമവശം തേടാൻ പറഞ്ഞിട്ടാണ് കമ്മീഷണർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അഡ്വക്കേറ്റിനെ കാണുന്നത്. അഡ്വക്കേറ്റ് ഫൈസൽ സാറിനെ കണ്ടിട്ട് ഞങ്ങൾ ഇപ്പോൾ ഫൈസൽ സാറ് വഴിയാണ് ഞങ്ങൾ കേസ് മൂവ് ചെയ്യണം. ഞങ്ങളത് ഗവൺമെൻറ് അതോറിറ്റിക്കും ഇപ്പോൾ കമ്മീഷണർക്കും ക്രൈം ബ്രാഞ്ചിനും ഒക്കെ ഞങ്ങൾ കേസ് ഇപ്പോൾ രജിസ്റ്റർ ആയിട്ടുണ്ട്. പിന്നെ FIR ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനുശേഷം പള്ളുരുത്തി സ്റ്റേഷനിൽ നിന്ന് ഒരു പ്രാവശ്യം വിളിപ്പിച്ച് 2 പേരുടെ ക്ലയൻസ് 3 പേരുടെ 3 ക്ലയൻസിന്റെ മാത്രം മൊഴിയെടുത്തു. ഇല്ല. പോലീസ് ലാസ്റ്റ് വിളിച്ചത് ഇപ്പോൾ 2 months ആയിട്ടുണ്ട്. അതിനുശേഷം വിളിച്ചിട്ടില്ല. ഇല്ല. അതിനുശേഷം നമ്മൾ അന്വേഷിച്ചപ്പോഴാണെങ്കിലും അതിന് മൂവ്മെന്റ്സ് ഒന്നും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ആകെ 3 പേരുടെ മൊഴിയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ 21 പേരെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് ആകെ 3 പേരുടെ മൊഴിയാണ് എടുത്തിട്ടുള്ളത്. അത് അവരുടെ പേരിൽ ഒരു FIR രജിസ്റ്റർ ആയിട്ടുണ്ട്. അല്ലാതെ വേറെ ഒരു അറിവുമില്ല. ഭയങ്കര തണുത്ത പ്രതികരണമായിരുന്നു. പിന്നെ അവിടെ 60 പൈസ ഉള്ള ഒരു ആള് ചെന്നിട്ടാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അടുത്താണെങ്കിലും പോലീസ് CI ഭയങ്കര മോശമായിട്ടാണ് പെരുമാറിയത്. ഈ 2 മാസം മുമ്പ്. ആ CI തന്നെയാണോ ഇപ്പോഴത്തെ CI? ആയിരിക്കണം. മാറിയിട്ടില്ല ഇല്ലാന്നാണ് വിശ്വാസം. ഇപ്പോഴത്തെ CI സലീനാണ്. ഞാൻ ഇപ്പോൾ വിളിച്ചപ്പോൾ അദ്ദേഹം വളരെ ശക്തമായിട്ടാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ അദ്ദേഹം ഒരു 60 വയസ്സുള്ള വ്യക്തിയാണ്. അയാളുടെ അടുത്ത് ഇത്രയും പ്രായമായില്ലേ, കാശിനോടുള്ള ആക്രാന്തം കൊണ്ട് ഇട്ടതല്ലേ എന്നൊക്കെയാണ്. നമ്മൾ എങ്ങനെയാലും ഇവിടുന്ന് പൈസ തിരിച്ചു മേടിക്കാം എന്നുള്ള രീതിയിൽ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ സ്റ്റേഷനിൽ നിന്നുള്ള പ്രതികരണം അങ്ങനെയായിരുന്നു. ശരിയാണ്. പക്ഷെ എന്നാലും ഒരു സീനിയർ സിറ്റിസന്റെ അടുത്ത് പോലീസിന്റെ അടുത്ത് അങ്ങനെ ഒരു പ്രതികരണം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ മാന്യമായ പെരുമാറ്റം കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് പൈസ ഇവരെ ഈ പറയുന്ന ആൾക്കാരുടെ അടുത്ത് പൈസ തിരിച്ചു കിട്ടുന്നുള്ള വിശ്വാസം ഉണ്ടോ? തിരിച്ചു കിട്ടുന്ന ഒരു വിശ്വാസമില്ല. കാരണം വെച്ചാൽ ഇവർ തിരിച്ചു തരാനാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവർ പറ്റിച്ച് മേടിക്കത്തില്ലല്ലോ. അവർക്ക് തിരിച്ചു തരണം എന്നുണ്ടെങ്കിൽ അവരിങ്ങനെ പറ്റിച്ച് മുങ്ങി നടക്കത്തില്ല. അറ്റ്ലീസ്റ്റ് നമ്മളെ കോൺടാക്ട് എങ്കിലും ചെയ്യും. ഇവരിപ്പോൾ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം എല്ലായിടത്തും ഇവരെ എല്ലാ അക്കൗണ്ടുകളും കളഞ്ഞ്, ടെലഗ്രാം എല്ലാം കളഞ്ഞ് ഇവരൊരിടത്ത് ഒളിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവർ നമ്മളെ പറ്റിക്കണമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇവർ പൈസ മേടിച്ചവരായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളെ പറ്റിക്കണ്ടേ? ബന്ധു തന്നെയാണ്. പക്ഷെ എന്നാലും പറ്റിക്കണം എന്ന് ഉറപ്പുള്ള അന്വേഷിച്ചു. അവരുടെ വീട്ടില് അവരുടെ അമ്മയും അവരുടെ അച്ഛനും അവരുടെ ഒരു മകളും ഉണ്ട്. പക്ഷെ അവർക്ക് സന്ധ്യയായിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അതേപോലെ നിയാസിന്റെ വൈഫിന്റെ അടുത്ത് നിന്നപ്പോഴും പള്ളുരുത്തി തന്നെയാണ്, തങ്ങൾ നഗർ. അപ്പൊ അവിടെ ചെന്നപ്പോഴും വൈഫിന്റെ ആണെങ്കിലും റെസ്പോൺസ് ഹസ്ബൻഡുമായിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ല, എവിടെയാണെന്ന് അറിയത്തില്ല എന്നാണ് പറയുന്നത്. സ്നേഹ നല്ല പേരാണ് സ്നേഹ. പക്ഷെ ഇപ്പം കൊടുക്കപ്പെട്ടിരിക്കുകയാണ് അല്ലേ? അതെ. ഇപ്പൊ എത്ര രൂപ പോയി? എൻ്റെ 4,40,000 രൂപ. 4,40,000 രൂപ. പിന്നെ ഹസ്ബൻഡ് ഇല്ല. 4,00,000 എങ്ങനെ ഇത് പെട്ടുപോയി? എൻ്റെ കസിനാണ്, അമ്മയുടെ ചേച്ചിയുടെ മോളാണ് ഈ പറയുന്ന സന്ധ്യാമോള്. ഓ, അപ്പം നമ്മളെ ബന്ധു എന്നുള്ള നിലയിലാണ് പറഞ്ഞ് പറ്റിച്ച് പൈസ മേടിച്ചിരിക്കുന്നത്. എന്ത് പറഞ്ഞിട്ടാണ് മേടിച്ചിരിക്കുന്നത്? ട്രേഡിങ് ചെയ്യാന്ന് പറഞ്ഞ് ട്രേഡിങ്ങിന്റെ പേരും പറഞ്ഞാണ് പൈസ മേടിച്ചത്. ഞാൻ അവിടെ അക്കൗണ്ടന്റ് ആയിട്ടും മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ. ഞാൻ ഈ 2024 സമയത്ത് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഇല്ല, ട്രേഡിങ്ങിനെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല. ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നത് സന്ധ്യമോള് തന്നെയായിരുന്നു. ഇതിനകത്ത് എന്ത് അക്കൗണ്ടാണ് നിങ്ങൾ സൂക്ഷിക്കുന്നത്? അതൊന്നും നമുക്ക് അറിയില്ല. അല്ല, നിങ്ങൾക്ക് അവിടെ വർക്ക് ഉണ്ട്. എന്ത് വർക്കാ ചെയ്യുന്നത്? ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചത് അക്കൗണ്ടിങ്ങും ഈ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും പിന്നെ അതേപോലെ മാർക്കറ്റിംഗ് സ്റ്റാഫ്, അതായത് വേറൊരു ആളെ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക, അങ്ങനത്തെ ഇതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. നമ്മളോട് പറഞ്ഞത് 1,00,000 രൂപക്ക് 8% വെച്ച് എല്ലാ മാസം ഇൻട്രസ്റ്റ് തരാന്നുള്ള രീതിയിലാണ്. അത് 6 മാസത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. 6 മാസത്തിന് ശേഷം നമ്മളിപ്പോൾ ഫണ്ട് തിരിച്ച് ചോദിച്ചാലും ക്യാപിറ്റൽ മണി നമുക്ക് തിരിച്ചു തരാന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇന്ന് ഫണ്ട് വാങ്ങിച്ചത്. അപ്പോൾ എത്ര പേരെടുത്ത് പൈസ എടുത്തിട്ടുണ്ട് മൊത്തം? ഞാൻ ഫണ്ട് ഒരു 4 പേരോളം വാങ്ങിച്ച് ഞാൻ ഇടനിലയായിട്ട് നിന്ന് കൊടുത്തിട്ടുണ്ട്. എത്ര എമൗണ്ട്?
മൊത്തം എന്റെ ഉൾപ്പെടെ 18,15,000 രൂപ. നമ്മളേതടക്കം 18 ലക്ഷം. മൊത്തം ആളുകൾ എത്ര പേര് ചേർന്നിട്ടുണ്ട്? മൊത്തം എന്റെ മാത്രം ക്ലൈന്റ് ആയിട്ട് 4 പേരുണ്ട്. അല്ല, മൊത്തം അവിടെ അല്ലാതെ മൊത്തം എന്റെ 80ഓളം പേര്, അതായത് പാല ബ്രാഞ്ചും കൂടി കൂട്ടിയാണ് തോന്നുന്നു 80ഓളം പേരുണ്ട്. എത്ര ടോട്ടൽ എമൗണ്ട് ഉണ്ടാവും? ടോട്ടലി എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള കണക്ക് എനിക്ക് അറിയില്ല. കാരണം അതൊക്കെ ചെയ്തോണ്ടിരുന്നത് സന്ധ്യ തന്നെയായിരുന്നു നമ്മളോട്. പിന്നെ പുള്ളിക്ക് ഫണ്ട് വരുന്ന കുറെ കാര്യങ്ങൾ, അതായത് നമ്മള് ഈ പ്രശ്നം തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കാണ് അറിയുന്നത് ചില ഫണ്ട് വരുന്നത് പുള്ളി നമ്മളോട് പറയാറില്ലായിരുന്നു. ക്യാഷ് ആയിട്ട് അല്ലാതെ ഉണ്ടായിരുന്നു? ക്യാഷ് വന്നിട്ടുണ്ടായിരുന്നു? പണമായിട്ട് ഈ ബാങ്ക് അക്കൗണ്ട് വഴിയാണോ പണം വന്നത്? ഞാൻ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് എന്റെ ഗോൾഡ് പണയം വെച്ചിട്ട് ഞാൻ ക്യാഷ് ആയിട്ട് റെക്കോർഡ് ഉണ്ട്. ഉണ്ട്. ഞാൻ ഗോൾഡ് പണയം റെസീറ്റ് തന്നിട്ടുണ്ടോ? റെസിപ്റ്റ് ഉണ്ട്. ഈ പണം തന്നതിനൊക്കെ റെസീറ്റ് ഉണ്ട്? റെസിപ്റ്റ് ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. ഇപ്പം എപ്പോഴാണ് പറ്റിക്കപ്പെട്ടു എന്ന് തോന്നുന്നത്? അതായത് ഞാൻ ഇട്ടത് ഡിസംബറിലാണ് ഫണ്ട് ഇട്ടത്. 2025 ഡിസംബർ ആണോ അല്ലെങ്കിൽ 2025 ഡിസംബറിലാണ്, അല്ല 24 ഡിസംബറിലാണ് ഞാൻ ഫണ്ട് ഇട്ടത്. പുള്ളി 25 ഏപ്രിൽ ലാസ്റ്റ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കുമാണ് പുള്ളി ആദ്യം പോകുന്നത്. അതിനുശേഷം മെയ് ആയി കഴിഞ്ഞപ്പോൾ പുള്ളി നമ്മൾ വീട്ടിൽ ചെന്ന് ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ പുള്ളിയുടെ അമ്മ വഴി നമ്മളെ കോണ്ടാക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ജൂണിൽ പുള്ളി വന്ന് സംസാരിച്ചു, നേരിട്ട് സംസാരിച്ച് പുള്ളിയുടെ ഫണ്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മുടെ കൊടുക്കാൻ ഫണ്ടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ചു. അതിനുശേഷമാണ് നമുക്ക് പുള്ളിയുമായിട്ട് യാതൊരുവിധ കോണ്ടാക്ട് ഇല്ല, അറിവില്ലാണ്ടായി. ഈ സ്ഥാപനം നിയമപരമായ സ്ഥാപനമാണോ അല്ലേ എന്നുള്ളത് പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ലായിരുന്നു. ഇല്ല. പിന്നീട് പഠിച്ചു. എന്താണ് മനസ്സിലായത്? നമ്മള് ഇത് പറ്റിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങുന്നത്. പിന്നെ നമ്മൾ റിലേറ്റീവ് ആയത് കൊണ്ടിട്ട് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഫണ്ട് കൊടുത്തത്. റിലേറ്റീവ് എന്നുള്ള സ്വാധീനം ഉപയോഗിച്ചും വിശ്വാസം ഉപയോഗിച്ചും നിങ്ങൾ രണ്ടുപേരും പൈസ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മുഖാന്തരമാണ് മറ്റുള്ളവർ, ശരിയല്ലേ? അതായത് നിങ്ങള് ബന്ധുക്കൾ എന്നുള്ള രൂപത്തിൽ നിങ്ങൾ വിശ്വസിപ്പിച്ച് പറ്റിച്ചു. അതിനുശേഷം നിങ്ങൾ അവരെ വിശ്വസിച്ചിട്ട് വേറെ ആൾക്കാർക്ക് മേടിച്ചു കൊടുത്തു. നമ്മൾ മാർക്കറ്റിംഗ് സ്റ്റാഫ് ആയത് കൊണ്ടിട്ട് നമ്മളോട് പറഞ്ഞ് ഇൻസെന്റീവ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇൻസെന്റീവ് ഒന്നും തന്നിട്ടില്ല. ഇൻസെന്റീവ് ഉണ്ടെന്ന് പറഞ്ഞ് മാർക്കറ്റിംഗ് സ്റ്റാഫ് കൂടിയാണല്ലോ, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മളെ വിശ്വാസത്തിൽ വേറൊരാളെ ഇതിലേക്ക് ഫണ്ട് ഇടിപ്പിച്ചു. പക്ഷെ പുള്ളി ഇങ്ങനൊരു നമ്മളോട് ഇങ്ങനെ കാണിക്കും. നമ്മൾ കസിനാണല്ലോ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല നമ്മളോട് ഇങ്ങനെ കാണിക്കും എന്നുള്ളത്. പെട്ടെന്നൊരു സമയത്ത് ആളങ്ങോട്ട് മുങ്ങി. ഈ ബാക്കിയുള്ള കസ്റ്റമർ നമ്മളോട് ചോദിക്കാൻ തുടങ്ങി, നമ്മൾ അവർക്ക് പൈസ കൊടുക്കേണ്ടതിന് വരാൻ തുടങ്ങി. പിന്നെ നമുക്ക് നമ്മളെ വിശ്വസിച്ചിട്ടതാണല്ലോ, അപ്പൊ നമ്മൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് കൊടുക്കാൻ തുടങ്ങി. ലോൺ എടുത്തിട്ട് ഗോൾഡ് പണയം വെച്ചിട്ട് ഗോൾഡ് വിറ്റിട്ടൊക്കെ നമ്മൾ ഫണ്ട് കൊടുക്കാൻ തുടങ്ങി.